ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പവിത്രം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ വേദ തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന സമയത്തെല്ലാം വേദന മനസ്സിൽ പല പല ചിന്തകളാട്ടോ. അപ്പം മേരി ചേച്ചി ചോദിക്കുന്നുണ്ട്, വേദ എന്തു പറ്റി, ആകെ വിഷമത്തിലാണല്ലോ? ഒന്നുമില്ല ചേച്ചി, അനിയൻകുട്ടൻ്റെ കാര്യം ആലോചിച്ചിരിക്കുകയായിരുന്നു. അയാൾക്ക് എന്താ വേദ പറ്റിയത്? അറിയില്ല ചേച്ചി, ഒരു ദിവസം ഇങ്ങനെയായിരുന്നു, നല്ല പാവമായിരുന്നു, പഞ്ചപാവം. പെട്ടെന്ന് എന്താ പറ്റിയെന്ന് അറിയില്ല, എന്തോ കണ്ട് ഷോക്ക് ആയതാണെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല, ഇവിടുത്തെ അച്ഛനുണ്ടല്ലോ നല്ല അച്ഛനാണ്. അച്ഛൻ അസുഖം മാറ്റിത്തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അനിയൻകുട്ടൻ്റെ അസുഖം മാറ്റിയിരിക്കും എന്നൊക്കെ മേരി പറയുന്നുണ്ട്. ആ സമയത്ത് അവിടേക്ക് നമ്മുടെ ധ്രുവൻ വരുവാട്ടോ. എന്നിട്ട് വേദനയും വിളിക്കുന്നുണ്ട്. ഹലോ, ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മേരി പറയുന്നുണ്ട്, ദേ വേദ നിന്നെയാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു, നീ പോയി നോക്ക് എന്ന് പറയാണ്. വേദ ധ്രുവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ധ്രുവൻ പറയുന്നുണ്ട്, അതെ ഇവിടെ ജോലിക്ക് കയറുമ്പോഴേ ഒരു എഗ്രിമെന്റ് ഉണ്ട്, അതിൽ സൈൻ ചെയ്യണം. അല്ല, മാസം മാസം സാലറി വേണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള എഗ്രിമെന്റ് ആണ്, ഇന്ന സൈൻ ചെയ് എന്ന് പറഞ്ഞ് കൊടുക്കാണ്. ആ പേപ്പർ വായിച്ചു നോക്കുമ്പോൾ അതിലെ ആ ശമ്പളത്തിന്റെ കാര്യം മാത്രമല്ല കേട്ടോ പറഞ്ഞിരിക്കുന്നത്. ആ തേയിലത്തോട്ടത്തിൽ വെച്ചിട്ട് എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ കമ്പനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. പിന്നെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോവാണെങ്കിൽ സാലറി കൊടുക്കില്ല. അങ്ങനത്തെ കുറേ നിബന്ധനകളൊക്കെ എഴുതിയിട്ടുണ്ട്. വേദ അത് വായിച്ചു നോക്കുമ്പോഴേക്കും ധ്രുവം പറയുന്നുണ്ട്, നീ എന്താ ഈ വായിച്ചു നോക്കുന്നത്? നിനക്ക് ഇംഗ്ലീഷൊക്കെ വായിച്ചാൽ അറിയാവോ? അതെ, ഇംഗ്ലീഷാണ് എഴുതിയിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ വേദ പുച്ഛത്തോട് കൂടി തന്നെ ധ്രുവനെ നോക്കാണ്. വേഗം സൈൻ ഇട് എന്ന് പറഞ്ഞിട്ട് പേന ധ്രുവൻ കൊടുക്കുമ്പോൾ വേദ അതിൽ സൈൻ ചെയ്യുന്നുണ്ട്. വേദന സൈൻ കാണുമ്പോഴേക്കും ധ്രുവൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോവാട്ടോ. പഠിപ്പും വിവരമില്ലാത്തവള് എന്ത് സ്റ്റൈലിലാണ് ഒപ്പിട്ടിരിക്കുന്നത്. നീ ശരിക്കും എത്ര വരെ പഠിച്ചിട്ടുണ്ട് എന്ന് വേദയെടുത്ത് ചോദിക്കുകയാണ് ധ്രുവൻ. അത് കേൾക്കുമ്പോഴേക്ക് വേദ പെട്ടെന്ന്, അത് ഞാൻ പിന്നെ 10ാം ക്ലാസ് തോറ്റു എന്ന് പറയാണ്. ഓ, എന്നിട്ടും നിന്റെ സൈനൊക്കെ സൂപ്പറാണല്ലോ. കുറേ നാൾ പഠിച്ചിട്ട് എഴുതി ഇട്ടതോ സൈൻ ആയിരിക്കും അല്ലേ? എന്തായാലും കൊള്ളാം, നിന്നെപ്പോലെ തന്നെ നല്ല സ്റ്റൈലനൊപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ധ്രുവൻ അവിടെ നിന്ന് പോവാട്ടോ. ധ്രുവന്റെ അസുഖം ഏറെക്കുറെയൊക്കെ വേദക്ക് മനസ്സിലായി. അതിനുശേഷം വേദ വീട്ടിലേക്ക് എത്തുമ്പോൾ തൊട്ട് വേദക്ക് ചെറിയൊരു പനിക്കോളട്ടോ. അങ്ങനെ വേദ ഇങ്ങനെ പനിച്ച് വിറച്ച് കിടക്കാണ്. വിക്രം വന്ന് തൊട്ട് നോക്കുമ്പോഴേക്കും നല്ല പനിയുണ്ട്. എടോ, നല്ല പനിയുണ്ടല്ലോ തനിക്ക്, ഞാൻ കട്ടൻ കാപ്പിയോ മരുന്നോ എന്തിനും വാങ്ങിച്ചിട്ട് വരട്ടെ? അയ്യോ, മരുന്നൊക്കെ ഞാൻ കഴിച്ചായിരുന്നു. അതിനിവിടെ മരുന്നില്ലല്ലോ. അല്ല മേരി ചേച്ചി മരുന്ന് തന്നായിരുന്നു, അവിടെ വെച്ചൊരു ചെറിയൊരു അസ്വസ്ഥത തോന്നിയായിരുന്നു. എന്നിട്ട് താനെന്താ എന്നോട് പറയാതിരുന്നത്? കുഴപ്പമൊന്നുമില്ല വിക്രം, ഞാൻ നല്ല ചായ കഞ്ഞി എടുക്കാം എന്ന് പറഞ്ഞിട്ട് ചായ കൊടുക്കുന്നുണ്ട് വേദക്ക്. പിന്നെ കഞ്ഞിയൊക്കെ വാരി കൊടുക്കാട്ടോ. വേദ എടുത്ത് പറയുന്നുണ്ട്, താൻ ഇന്ന് തോട്ടത്തിൽ പണിക്കൊന്നും പോകട്ടോ, തനിക്കതൊന്നും പറ്റില്ലടോ. ഈ വെയിലത്തും മഞ്ഞത്തൊന്നും പണിയെടുക്കാൻ തനിക്ക് പറ്റില്ല. അതൊന്നും സാരമില്ല വിക്രം, അത് പണിയെടുത്തതിനല്ല, നമ്മൾ കഴിഞ്ഞ ദിവസം രാത്രിയെ മഞ്ഞ് കൊള്ളാൻ വേണ്ടി പുറത്തിറങ്ങിയില്ലേ, പിന്നെ അനിയൻകുട്ടനെ കാണാതായപ്പോഴൊക്കെ പോയില്ലേ, അപ്പൊ അതൊക്കെ കൊണ്ടിട്ടാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല എന്നിങ്ങനെ പറയാണ്. ശേഷം വേദന പറയണ്ട, എന്തായാലും താൻ നാളെ പണിക്ക് പോകണ്ട, നന്നായിട്ട് റെസ്റ്റ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് വേദന കിടത്തി ഉറക്കിയിട്ടാണ് വിക്രം ജോലിക്ക് പോകുന്നത് കേട്ടോ. വേദന തോട്ടത്തിൽ കാണാത്തത് കൊണ്ട് തന്നെ ധ്രുവൻ മേരി ടീച്ചർ ചോദിക്കണ്ട്, അല്ല ഇന്ന് ആ വേദ വന്നില്ലേ? ഇല്ല സർ, വേദക്ക് തീരെ സുഖമില്ല, നല്ല പനിയാണ്. ഓ, ജോലി കിട്ടിയപ്പോ തന്നെ ലീവ് എടുക്കാൻ വേണ്ടി തുടങ്ങിയോ? അയ്യോ അതല്ല സാർ, അവൾക്ക് ഒട്ടും വയ്യ, ഞാൻ രാവിലെ പോയി നോക്കിയതാണ്, മരുന്നൊക്കെ കൊടുത്തിട്ടാ വന്നത്. ശരി ശരി എന്ന് ധ്രുവൻ പറയാണ്. ശേഷം ധ്രുവൻ, ഓഹോ, അപ്പൊ വേദ അവിടെ ഒറ്റക്കാരിക്കുമല്ലോ, ഇതെന്നെ പറ്റിയ അവസരം എന്ന് പറഞ്ഞിട്ട് വേദന കാണാൻ വേണ്ടി പോവാട്ടോ. വാതിലിൽ മുട്ടുമ്പോ വേദ വാതിൽ തുറക്കുന്നുണ്ട്. ധ്രുവൻ ഒരു അടിമുടി നോക്കാണ് വേദന. പനി പിടിച്ചപ്പോ നിന്നെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലോടി എന്നൊക്കെ പറയുന്നുണ്ട്. വേദക്ക് ദേഷ്യം വരുവാട്ടോ. പക്ഷെ നമ്മുടെ അനിയൻകുട്ടൻ അവിടെ ഉണ്ടല്ലോ, അനിയൻകുട്ടൻ നമ്മുടെ ധ്രുവനെ ആട്ടി ഓടിക്കും അവിടെ നിന്ന്. എന്തായാലും വേദന കാണാൻ വേണ്ടി ധ്രുവൻ വരുന്ന ഭാഗം പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട്. ധ്രുവന്റെ അന്ത്യം ഒന്നില്ലെങ്കിൽ നമ്മുടെ അനിയൻകുട്ടന്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ വിക്രമായിരിക്കും നമ്മുടെ ധ്രുവന്റെ അന്ത്യം കുറിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ ഒരു ഭാഗമാണ് നമുക്ക് പ്രൊമോയിൽ കാണിച്ചു കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.